മലയാളികളുടെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ നമ്മളുടെ എല്ലാവരുടെയും മുന്നിലെത്തിയിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും സിനിമയെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ട് ധാരാളം കമന്റുകൾ വന്നു കഴിഞ്ഞു. ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി പടം ആണ്, അതിനെ അങ്ങനെ ആസ്വദിക്കണം എന്ന് പറയുന്നവർ. മോഹൻലാലിന്റെ പ്രകടനം മികച്ചു നിന്നെങ്കിലും സിനിമയുടെ മറ്റു ചില ഭാഗങ്ങളിൽ ചില പോരായ്മകൾ കാണുന്നു. സിനിമ ലിജോ ജോസിന്റെ ഇതുവരെയുള്ള ഏറ്റവും മോശം വർക്കാണ് എന്ന് പറയുന്നവർ. സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ ബഹളമയമായി കഴിഞ്ഞു. നമുക്ക് മലൈക്കോട്ടെ വാലിബനിലൂടെ ഒന്ന് സഞ്ചരിച്ചു വരാം. എൻ്റെ പേര് ഹിലാൽ അഹമ്മദ്. പലരും പറയുന്നു ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി പടമാണ്, മോഹൻലാലിന്റെ മാസ് പ്രതീക്ഷിക്കരുത്. ലിജോ ജോസ് പല്ലിശ്ശേരി പടം ആയതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ കാണാത്ത, ഒറ്റക്കാഴ്ചയിൽ കണ്ടെത്താത്ത പല അർത്ഥതലങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ ഒരിളവ് കൊടുക്കേണ്ട സിനിമയാണോ ഇത്? ഇനി സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. മലയാളത്തിൽ ഫാന്റസി സിനിമകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ സലാറോ KGF ഇതേപോലെ ലാർജർ ദാൻ ലൈഫായ സിനിമകൾ തന്നെ മലയാളത്തിൽ എടുക്കാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ ഡബ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ഈ സിനിമകളൊക്കെ അന്യഭാഷകളിൽ അതിന്റെ ഡബ് കേൾക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾക്കും സിനിമയ്ക്കും ഇടയിൽ ഈ ഭാഷ, അതിലെ ഡയലോഗുകൾ ഭയങ്കര ഒരു തടസ്സമായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട്. ഇപ്പോ സലാറില് അടുത്ത തവണ എൻ്റെ കയ്യിലിരിക്കുക ഇലക്ട്രിക് കമ്പിയല്ല ഇലക്ട്രിക് പോസ്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഒരു തടസ്സമായിട്ട് വരുന്നു. അത് എന്തുകൊണ്ടോ മലയാളത്തിന് അത്തരത്തിലുള്ള വലിയ ലാർജർ ദാൻ ലൈഫായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന് ഭാഷ ഒരു തടസ്സമായി നിൽക്കുന്നു. ഈ സിനിമ അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതിന്റെ സംഭാഷണങ്ങളിൽ ചില ഭാഷയിൽ ചില ചെറിയ തിരുത്തലുകൾ വരുത്തുന്നതിലൂടെ ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു തടസ്സത്തെ അവർ മറികടന്നു എന്നുള്ളതാണ്. മോഹൻലാലിന്റെ ഫൈറ്റ് സീനുകളിലായാലും അല്ലാത്ത യാത്രകളിൽ, അവരുടെ യാത്രകളിലുള്ള സംഭാഷണങ്ങളിലായാലും ഒക്കെ സംഭാഷണം വളരെ കുറവാണ്. എന്നിരുന്നാലും അത്തരം ഒരു തടസ്സം ഇല്ലാതെ, ഭാഷാപരമായിട്ടുള്ള ഡയലോഗുകളിലുള്ള തടസ്സം ഇല്ലാതെ സിനിമ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. രണ്ടാമത്, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ആർട്ട് ഡയറക്ഷൻ, അതേപോലെ ഫ്രെയിമുകൾ, സിനിമാറ്റോഗ്രഫി, ഈ രണ്ട് ഭാഗത്തും സംവിധായകന്റെയും മറ്റ് അണിയറ പ്രവർത്തകരുടെയും നോട്ടം എത്താത്ത ഒരു കോണ് പോലും ഇല്ല എന്നുള്ള തരത്തില് സിനിമ വളരെ മികച്ചു നിന്നു. അതിനവര് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിന്റെ രണ്ട് സിനിമകളാണ് ഒരു മാസിന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആമേനും അതേപോലെ അങ്കമാലി ഡയറീസുമാണ്. ഈ രണ്ട് സിനിമകൾക്കും ശേഷം പൊതുവെ നമ്മളെ ദിലീഷ് പോത്തനൊക്കെ സെറ്റ് ചെയ്ത ഏകദേശം മഹേഷിന്റെ പ്രതികാരത്തോടെയൊക്കെ മലയാളത്തില് വളരെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്ന ഒരു തരം സിനിമാ രീതി, വളരെ അൾട്രാ റിയലിസ്റ്റിക് ആയ, വളരെ പരന്ന ചെതറിയ തരത്തിലുള്ള തിരക്കഥയുള്ള, ധാരാളം നായകന്റെ ഒരു കഥയ്ക്ക് ചുറ്റും നടക്കുന്ന ധാരാളം കഥകളൊക്കെ കാണിക്കുന്ന, വളരെയധികം സംഭാഷണങ്ങളൊക്കെയുള്ള അത്തരം ഒരു സിനിമാ നിർമ്മാണ രീതിയിൽ നിന്ന് വളരെ ബോധപൂർവം വിട്ടു നിൽക്കാൻ ലിജോ ജോസ് പല്ലിശ്ശേരി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു മികച്ച പരീക്ഷണമാണ്, അങ്ങനെ ഒരു പരീക്ഷണത്തിലുള്ള തുടർച്ചയാണ് ഈ സിനിമ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇതിന്റെ ഫ്രെയിമിലായാലും അതേപോലെ തന്നെ ആർട്ട് വർക്കിലായാലും അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത തരത്തിൽ, ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു മികച്ച കലാസൃഷ്ടി. പലപ്പോഴും സിനിമ കാണുമ്പോൾ നമ്മൾ ഒരു ബിനാലെ ഇൻസ്റ്റലേഷൻ കാണുകയാണോ, അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് 3Dയിൽ അനുഭവിക്കുകയാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഫ്രെയിമുകളായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അതിനർത്ഥം പോരായ്മകളില്ലാത്തൊരു സിനിമയാണിത് എന്നൊന്നുമല്ല. എനിക്ക് ചില ബുദ്ധിമുട്ട് തോന്നിയ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഡയലോഗിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വീരം തുളുമ്പുന്ന ഡയലോഗുകൾ പറയുന്നതില് സിനിമ വളരെ, അതിന്റെ ആ ഒരു ഡയലോഗിന്റെ ആ ഒരു സ്റ്റെഡിനെസ് വളരെ, അത് കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ സ്നേഹം, ശൃംഗാരം, ലാസ്യം
ഇങ്ങനെയൊക്കെ കടന്നു വരുന്ന കഥാപാത്രങ്ങളുടെ ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന സ്ഥലത്ത് അത് കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റാത്ത ഒരു ഒരു അവസ്ഥ, അത് തീർച്ചയായിട്ടും ഈ സിനിമക്ക് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹരീഷ് പേരോടിയും മോഹൻലാലും തമ്മിൽ നടക്കുന്ന ദീർഘമായ ഒരു സംഭാഷണം, മോഹൻലാലിന്റെ ചെറുപ്പകാലത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ആദ്യ തവണ സൂചിപ്പിക്കുന്ന ഒരു സംഭാഷണം, അത് സിനിമയുടെ അതുവരെയുള്ള ഡയലോഗ് ഡെലിവറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ബിലോ ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ദൃശ്യം നിർവഹിക്കേണ്ട ഒരു ദൗത്യം നിർവഹിക്കാൻ പറ്റാത്ത തരത്തിൽ ആ സീന് പോയതായിട്ട് എനിക്ക് തോന്നി. മറ്റൊന്ന്, ഈ സിനിമ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന ഫിലോസഫിയാണ്. ലോകത്തെ തൻ്റെ ബലം കൊണ്ട് ജയിച്ച ഒരാൾ, അയാൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ അടയാളപ്പെടുത്താനാണ് സിനിമയിലൂടെ സംവിധായകൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ ഒറ്റപ്പെടലിനെ അടയാളപ്പെടുത്തുന്നതിൽ സിനിമ ഒരു 80% പരാജയമാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ വഴിയരികിലൂടെ പോകുന്ന ഒരു കാളവണ്ടിയിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു മല്ലനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും, ഇതിൽ കവിഞ്ഞ് ആ കഥാപാത്രങ്ങളെ നയിക്കുന്ന ലക്ഷ്യം എന്താണെന്ന്, ആ കഥാപാത്രങ്ങളുടെ ധാർമ്മികത എന്താണെന്ന്, ആ കഥാപാത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അത് എന്താണെന്ന്, ഇതൊന്നും സിനിമയുടെ 90% സമയത്തും നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ മോഹൻലാലിന്റെ മികച്ച ആക്ഷൻ രംഗങ്ങൾ, അത് പറയാതിരിക്കാൻ വഴിയ, പിന്നെ ഇതുവരെ മലയാളത്തിൽ കാണാത്ത തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങളായിരുന്നു. ആ രംഗങ്ങളിൽ ഇവരെ നയിക്കുന്ന അവരുടെ ഒരു എത്തിക്സ്, ഒരു ധാർമ്മികത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവാത്ത പ്രശ്നമുണ്ട്. അതിനുശേഷം രണ്ടാം പകുതിയിലാണ് ഈ ഒരു ഒറ്റപ്പെടലിന്റെയൊക്കെ ഒരു മേഖലയിലേക്ക് സിനിമ വരുന്നത്. അവിടെ പലപ്പോഴും മെലോഡ്രമാറ്റിക് ആയിട്ട് കഥ മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു ഫിലോസഫി പലപ്പോഴും അത് ഒരു ആഴം കുറഞ്ഞ രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മലയാളത്തിൽ കുറച്ചു മുമ്പ് ഇറങ്ങിയ മഹാവീര്യർ എന്ന സിനിമ, ഈ സിനിമയുമായിട്ട് പലതരത്തിൽ താരതമ്യം ചെയ്യാതിരിക്കാനും പറ്റുന്ന സിനിമയാണ്. എന്നിരുന്നാലും ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു ഫിലോസഫി, അത് തീർച്ചയായിട്ടും നീതി, ഭരണകൂടത്തിന്റെ ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് എത്രത്തോളം സ്വതന്ത്രമായ ഒരു നീതി സാധ്യമാവും എന്നുള്ള ചോദ്യമായിരുന്നു. ഒരു രാജാവിന്റെ കൽപ്പന അതിനെ ഒരു ആധുനിക നീതിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ശക്തമായ ചില ബിംബങ്ങളിലൂടെയൊക്കെ അതിനെ ആവിഷ്കരിക്കാൻ ആ സിനിമക്ക് പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ സിനിമയുടെ ഫിലോസഫി, ആ ഒരു എല്ലാം ജയിച്ച മല്ലന്റെ ഒറ്റപ്പെടലിനെ അവതരിപ്പിക്കാൻ സിനിമക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുത്തരം പറയേണ്ടി വരും. പ്രധാനപ്പെട്ട 2 സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് സൊനാലി കുൽക്കർണി അവതരിപ്പിക്കുന്ന രംഗപട്ടണം രംഗനായകി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, മറ്റൊന്ന് കഥാനന്ദി അവതരിപ്പിക്കുന്ന ജമന്തി എന്ന കഥാപാത്രം. ഈ 2 കഥാപാത്രങ്ങളും കടന്നു വരുന്ന സീനുകൾ, പൊതുവെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു ഇന്നർ വേൾഡിനെ അത്ര അധികം എക്സ്പ്ലോർ ചെയ്യുന്ന ഒന്നല്ല. പുരുഷ ലോകത്തിന്റെ ഒരു തരം ആഘോഷങ്ങളാണ് മുമ്പുള്ള അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലും അത്ര ആഴത്തിലുള്ള ഒരു അന്വേഷണം അവരുടെ ഒരു ആന്തരിക ലോകത്തേക്ക് നടക്കുന്നില്ല. പൊതുവെ കഥാപാത്രങ്ങളുടെ ഒരു ആന്തരിക ലോകം നമ്മൾക്ക് മുന്നിൽ വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പൊതുവെ ഉള്ളൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, പ്രേക്ഷകനെ സിനിമയിൽ നിന്ന് പലപ്പോഴും അകറ്റുന്ന ഒരു കാര്യം കടന്നു വരുന്ന അതാണ്. പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ ഒരു ലാസ്യം അല്ലെങ്കിൽ ശൃംഗാരം, അതും അല്ലെങ്കിൽ പ്രണയം, ഇതൊക്കെ കാണിക്കുമ്പോൾ സിനിമയുടെ ഭാഷ പരാജയപ്പെടുന്നതായിട്ട്, കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മറ്റൊന്ന് സംഘടന രംഗങ്ങളാണ്. ആദ്യ പകുതിയിലെ സംഘടന രംഗങ്ങൾ വളരെ മികച്ചു നിന്നപ്പോൾ രണ്ടാം പകുതിയിൽ മലൈക്കോട്ട എന്ന് പറയുന്ന കോട്ടക്കകത്ത് വെച്ച് നടക്കുന്ന സംഘടനകള് ചെറുതായിട്ട് യുക്തിരാഹിത്യം ഉള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നി. ഇപ്പോ നമ്മളൊരു സിനിമയിൽ ലോജിക്ക് ഇല്ലെങ്കിലും, അതായത് സിനിമ ഫിസിക്സിന്റെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ലെങ്കിലും,
സിനിമക്കകത്തുള്ള ഒരു ലോജിക്ക് നമുക്ക് പാലിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ആസ്വാദകൻ അതൊരു കല്ലുകടിയായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാർ ബാലയ്യ, അദ്ദേഹം കാറുകൾ ഇടിച്ച് ദൂരത്തേക്ക് പറപ്പിക്കും, അല്ലെങ്കിൽ 50 പേരെ ഒറ്റയടിക്ക് വീഴ്ത്തും. ഇങ്ങനെയൊക്കെ വീഴ്ത്തി കഴിഞ്ഞാലും ബാലയ്യക്ക് കുത്തേറ്റ് കഴിഞ്ഞാൽ ബാലയ്യക്ക് പെർഫോം ചെയ്യുന്നതിന് പിന്നെ ഒരു തടസ്സം ഉണ്ടല്ലോ. അപ്പൊ നായകന് മുറിപ്പെട്ട് കഴിഞ്ഞാൽ അതുവരെ അയാൾ പെർഫോം ചെയ്തതിൽ നിന്ന് കുറച്ച് മാത്രമേ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് കഥയ്ക്ക് ഉള്ളിലുള്ള ഒരു ലോജിക്കാണ്. അത്തരം ലോജിക്ക് പിന്തുടരുന്നതിൽ ആ ഒരു കോട്ടക്കകത്തെ ഫൈറ്റ് സീനുകൾ, ആക്ഷൻ രംഗങ്ങൾ അല്പം പിന്നോട്ട് പോയി എനിക്ക് തോന്നി. ധാരാളം തോക്കുമായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കുകയും ഒരു ഗ്രില്ലെടുത്തിട്ട് മല്ലൻ ഇവരെ ഈ നിറ തോക്കുകളുമായി നിൽക്കുന്ന പട്ടാളക്കാര് നേരിടാൻ ശ്രമിക്കുകയും അവനെ എനിക്ക് ജീവനോടെ വേണം എന്ന ഒരു വളരെ വീക്കായിട്ടുള്ള പല തവണ ഉപയോഗിച്ച് പഴകിയ ഒരു പിന്നെ കഥാതന്തു ഉപയോഗിച്ചുകൊണ്ട്, ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സീനാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. മറ്റൊന്ന്, ഡാനിഷ് അവതരിപ്പിച്ച ചമതകൻ എന്നുള്ള കഥാപാത്രം, അദ്ദേഹം മികച്ച പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോഴും പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന പല ഭാവങ്ങളും എന്തിനാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്നറിയാത്ത പകച്ചു നിൽക്കുന്ന പ്രേക്ഷകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ആഖ്യാന രീതി, സിനിമയിൽ പ്രേക്ഷകനെ സിനിമയുമായി അടുപ്പിക്കുന്ന, കഥാപാത്രങ്ങളുമായി അടുപ്പിക്കുന്ന മിക്ക രംഗങ്ങളും സിനിമയുടെ അവസാനത്തെ ആക്ടിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് സിനിമയുടെ ആരംഭത്തിലേ വന്നിരുന്നെങ്കിൽ കുറെ കൂടി എൻഗേജിങ് ആയിട്ട്, കുറെ കൂടി കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും സിനിമയുടെ അവസാനത്തെ ആക്ട് അത് ഗംഭീരമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരും ഹരീഷ് പേരടിയുടെ കഥാപാത്രത്തിന് പിന്നെ കൈതേരി സഹദേവനുമായിട്ടുള്ള സാമ്യമൊക്കെ പറയുകയുണ്ടായി. എന്നാൽ എനിക്ക് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ നീണ്ട ഒരു സംഭാഷണ ഭാഗം അത് സിനിമയിലെ വളരെ മികച്ചൊരു മൊമെന്റ് തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തിയേറ്ററിൽ പോയി കാണാനുള്ള സിനിമയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ സിനിമയുടെ ആർട്ട് വിഭാഗം എടുത്ത എഫേർട്ട്, ഇതിന്റെ സിനിമോട്ടോഗ്രാഫർ എടുത്ത എഫേർട്ട്, അതിനെ വിഭാവനം ചെയ്യാൻ സംവിധായകൻ എടുത്ത എഫേർട്ട്, ഇത് മൂന്നും കൊണ്ട് തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒരിക്കലും OTT സ്ക്രീനിൽ ഈ സിനിമ തിയേറ്ററിൽ നൽകുന്ന ദൃശ്യ അനുഭവം നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. പലരും പറയുന്നു മോഹൻലാല് ഈ സിനിമയിൽ അങ്ങനെ വന്ന് അദ്ദേഹത്തിന്റെ ഫിഗർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതോടെ തന്നെ അത് പിന്നെ കഥാപാത്രമായിട്ട് സംഭാഷണങ്ങൾ വളരെ കുറവാണ് എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ ആ നിൽപ്പിലാണ്, സംഭാഷണരഹിതമായിട്ടുള്ള ആ അഭിനയ രീതിയിലാണ് അദ്ദേഹം ഈ സിനിമയെ ക്യാരി ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വാത്വിക അഭിനയം, പിന്നെ ആംഗ്യവിക്ഷേപങ്ങളോ അല്ലെങ്കിൽ സംഭാഷണ ശകലങ്ങളോ ഇതിനപ്പുറം നിൽക്കുന്ന, അദ്ദേഹം അങ്ങനെ വന്നു നിന്നാൽ തന്നെ മലൈക്കോട്ടെ വാലിബനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീല്, അതുവഴിയാണ് അദ്ദേഹം സിനിമയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കാണാനും തിയേറ്ററിലേക്ക് നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഇത് കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സംഗീതം, ഫ്രെയിമുകൾ, ഈ രണ്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങളാണ്. മറ്റ് ഘടകങ്ങൾ എന്നല്ല, പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. പ്രശാന്ത് പിള്ളയുടെ സംഗീതം വളരെ വ്യത്യസ്തമായ ആ ഒരു ഫാന്റസി ജോണറിന് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള അതിന്റെ അത് വരക്കുന്ന ഒരു വൃത്തത്തിന് പുറത്തു പോവാത്ത തരത്തിൽ, എന്നാൽ പ്രേക്ഷകനെ സിനിമയുമായിട്ട് അടുപ്പിക്കുന്ന ആ രംഗങ്ങളിലെ വളരെ മനോഹരമായ രംഗങ്ങളിലെ ഒരു സൗന്ദര്യം ചോർന്നു പോവാത്ത രീതിയിൽ പ്രേക്ഷകനെ അടുപ്പിക്കുന്ന തരത്തിലുള്ള സംഗീതമാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അവസാനത്തെ ഗാനം, മോഹൻലാൽ പാടിയിട്ടുള്ള ഗാനം വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ, അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ മ്യൂസിക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഈ സിനിമയുടെ വിഷ്വലുകൾ മലയാള സിനിമ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ദൃശ്യ സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്.
മലയാള സിനിമ അടുത്ത കാലത്തായി സൂക്ഷ്മമായിട്ട് മലയാളിയുടെ നിത്യജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുന്ന സിനിമയാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ സാധാരണമായ കാര്യങ്ങളിലേക്ക്, പിന്നെ നമ്മൾ അൾട്രാ റിയൽ എന്നൊക്കെ പറയലുണ്ടല്ലോ. ഒരു കുളിമുറി ചിത്രീകരിക്കുകയാണെങ്കിൽ പിന്നെ വറ്റി തീർന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർന്ന പേസ്റ്റുകൾ, അതേപോലെ തന്നെ അലിഞ്ഞു തീരാറായ സോപ്പ്. അപ്പൊ ഇങ്ങനെ മലയാളിയുടെ നിത്യജീവിതത്തെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുക, വളരെ കുറഞ്ഞ ബജറ്റിൽ സിനിമ എടുത്തിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത്തരം ശ്രമങ്ങളുടെ ഒരു മറ്റൊരു ഫലം എന്താന്ന് ചോദിച്ചാല് അത് മലയാളി പുതിയ പരീക്ഷണങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ബ്രഹ്മാണ്ഡ സിനിമകൾ വരുമ്പോൾ മലയാളത്തിലുള്ള കണ്ടന്റ് ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം വലിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. അത്തരത്തിൽ ഒരു പ്രൊജക്റ്റ്, അത്തരത്തിലൊരു ദൃശ്യഭാഷ, അത്തരത്തിലൊരു സംഭാഷണ ഭാഷ, അത്തരത്തിലൊരു പ്ലോട്ട് നമ്മൾക്കും സാധ്യമാണ് എന്ന് മലൈക്കോട്ടെ വാലിബൻ ഒരു പരീക്ഷണ ചിത്രം എന്ന നിലയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പോരായ്മകളില്ല എന്നല്ല, എന്നാലും മലയാള സിനിമയുടെ മുന്നോട്ട് പോക്കിൽ അതിനെ വല്ലാതെ സഹായിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പല പരീക്ഷണ ചിത്രങ്ങളിൽ വളരെ മികച്ച ഒരു ചിത്രം എന്ന് ആ ഒരു അർത്ഥത്തിൽ നമുക്കിതിനെ പറയാം. ഈ സിനിമയുടെ പലപ്പോഴും പല സിനിമകളും അപ്പോഴൊന്നും അധികം ആരും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മറ്റു ചില സിനിമകൾ വന്ന ശേഷം ഈ സിനിമയിലെ ഈ ഷോട്ടിന് ആ സിനിമ ഒരു പ്രേരകമായി എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിൽ മലയാളി ഫാന്റസി എന്ന ജാനറിലേക്ക്, മറ്റു പല ജാനറിലേക്ക്, രാജസ്ഥാൻ പോലെയുള്ള വളരെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിലേക്ക് പോവാൻ ഈ സിനിമ കാരണമാവട്ടെ എന്ന് ആശംസിക്കുന്നു.